സെഖര്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എന്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവ് നൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഓർത്ത് ഒന്ന് സ്തോത്രം പറഞ്ഞാട്. നല്ല വചനങ്ങളെ ഓർത്ത് ശക്തിയോടെ മഹത്വപ്പെടുത്തിയാട്. നമുക്ക് സെഖര്യാ പ്രവചനം പഴയ നിയമത്തിനകത്ത് 1-ാം അധ്യായത്തിൽ അവിടെ 1-ൽ നമ്മൾ വായിക്കുന്നത്, സെഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം എന്ത് ചെയ്തിരിക്കുന്നു, കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കലേക്ക് തിരിവിൻ. എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് തിരിയണം. അപ്പോൾ പഴയ നിയമത്തിനകത്ത് ദൈവസന്നിധിക്കകത്തുനിന്ന് ദൈവശബ്ദം കേട്ടിട്ടും പ്രവചനങ്ങൾ കേട്ടിട്ടും ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിലൂടെ ഒക്കെ പല തെറ്റായ കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് പോകുന്ന ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചോട്ടും അവരൊന്നും ദൈവത്തിലേക്ക് എന്ത് ചെയ്തില്ല, തിരിയുവാൻ ഇടയായിത്തീർന്നില്ല. എന്നാൽ വചനം, നിങ്ങൾ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ അവരുടെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് എന്ത് ചെയ്യും, തിരിയും. ഈ 9-ാം മാസത്തിൽ വചനം കേട്ട് പ്രമാണിക്കുന്ന നിന്റെ മേൽ ചില ദൈവ പ്രവർത്തികളെ ദൈവം തിരിക്കാൻ പോകുകയാണ്. ഈ 9-ാം മാസം പ്രാരംഭ സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, ചില കാര്യങ്ങൾ തിരിയാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്ത് നീ ഭാരപ്പെടുന്ന, നീ പ്രയാസപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം ചിലത് തിരിക്കുമെന്ന് ആത്മാവിനോട് ശക്തമായി പറയുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം ചിലത് തിരിക്കാൻ പോകുകയാണ്. ദൈവം തിരിച്ചാൽ അതിന്റെ 13-ാം വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. അപ്പോൾ ദൈവം നമ്മളിലേക്ക് തിരിഞ്ഞാൽ, ദൈവപ്രവൃത്തി നമ്മളിലേക്ക് വന്നാൽ ഒരു കാര്യം അവിടെ ശക്തമായി പറഞ്ഞു, നല്ല വാക്കും ആശ്വാസവാക്കും അരുളി ചെയ്യും. എങ്കിൽ ഈ 9-ാം മാസത്തിൽ നിനക്ക് ഒരു നല്ല വാക്ക്, ചില അരുളപ്പാടുകൾ, നീ തകരുന്നുമെന്നല്ല, നീ ഞെരുക്കത്തിലേക്ക് പോകുമെന്നല്ല, നിന്നെ അടുത്ത വിശാലതയിലേക്ക്, നിന്നെ അടുത്ത നന്മകളിലേക്ക്, നിന്നെ അടുത്ത ഉയർച്ചകളിലേക്ക് ഇന്ന് ചില നല്ല വാക്കുകളെ, ആശ്വാസകരമായ ചില വാക്ക് ഈ പകൽ ദൈവം നിന്റെ മേൽ കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ സുവാർത്ത ദൂതൻ നമ്മുടെ നടുവിൽ വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ കണക്ട് ചെയ്തെന്ന് ദൂത് വിളിച്ചു പറയാ, സുവാർത്ത ദൂതൻ വരുന്നത് നിന്റെ തകർച്ച പറയാനല്ല, നിന്റെ തകർച്ചകളെ മാറ്റുവാൻ, നിന്റെ രോഗത്തെ മാറ്റുവാൻ, നിന്റെ ഭയത്തെ മാറ്റുവാൻ, നിന്റെ നിരാശയെ മാറ്റുവാൻ, അസാധ്യമെന്ന് പറഞ്ഞ ചില കാര്യങ്ങള് നിന്നിൽ നടത്തി തരാനാണ് ദൈവത്തിന്റെ സുവാർത്ത ദൂതൻ നിന്റെ അടുക്കൽ വരുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ തയ്യാറാണ്? അപ്പോൾ 16 വായിച്ചു, ദൈവത്തിലേക്ക് തിരിയുന്നു. അതിന്റെ 18 വായിച്ചാട്ടെ. 18. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളെന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, അവിടെ വചനത്തിൽ പറയുന്നു, ഒരു ദൈവിക ദർശനം ദൂതനിലൂടെ കൈമാറുമ്പോൾ പറയുന്ന ഒരു വാക്യമാണ്, തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറച്ചു കളഞ്ഞ കൊമ്പുകൾ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറഞ്ഞു, നിന്നെ ചിതറച്ചു കളയുന്ന ചില കൊമ്പുകൾ ഇന്ന് ഒടിയുമെന്ന്. നിന്നെ ചിതറച്ചു കളയുന്ന, നിന്റെ കുടുംബത്തിനകത്ത് സ്തുതിക്കുന്നവന്റെ മേൽ, വാഗ്ദത്തമുള്ളവന്റെ മേൽ, ദൈവിക പദ്ധതി ഉള്ളവന്റെ മേൽ ചില കൊമ്പുകൾ വന്ന് നിന്നെ ഒതുക്കി കളയാൻ, നിന്നെ തകർത്തു കളയാൻ, നിന്നെ ഞെരുക്കി കളയാൻ, നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന ചില പൈശാചിക പദ്ധതികളെ ഈ പകൽ സഭ ജയിക്കുകയാണ്.
നമ്മൾ ആദ്യം വായിച്ചത് ദൈവം പറയുന്നു ആമേ പട്ടണങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും, വിശാലത പ്രാപിക്കും. പക്ഷേ അടുത്ത താഴത്തേട്ട് എഴുതുമ്പോൾ 4 കൊമ്പുകളെ കാണിച്ചിട്ട് ദൂതൻ ഒരു അരുളപ്പാട് കൈമാറുകയാണ്. ഈ കൊമ്പിന്റെ പ്രത്യേകത ഇവ യഹൂദയെയും സ്തുതിക്കുന്നവനെയും വാഗ്ദത്തമുള്ളവനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്കൊന്ന് വായിച്ചാണ്. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ ശേഷം കൊമ്പുകളെ കാണിച്ചിട്ട് അതുകൊണ്ട് ദർശനം തീരുകയല്ല, 4 കൊല്ലന്മാരെ കൂടി എന്ത് ചെയ്തു അവിടെ കാണിച്ചു പറയുകയാണ്. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് കൊമ്പ് ചെയ്തത് എന്താണ്? സ്തുതിക്കുന്നവനെയും ഇസ്രായേലിനെ യെരൂശലേമിനെയൊക്കെ എന്ത് ചെയ്തു? ചിതറിച്ചു കളഞ്ഞു. 4 കൊമ്പുകൾ ജാതീയ ശക്തികൾ എന്ത് ചെയ്തു? ചിതറിച്ചു കളഞ്ഞു. പക്ഷെ അടുത്തത് കാണിക്കുക. അതുകൊണ്ട് ദൂത് തീരുകയല്ല, 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ഇന്ന് ഈ പകൽ ഞാൻ ദൂത് കൈമാറുന്നു. നിന്റെ തല ഉയർത്താതെ വണ്ണം ഉയർന്നു വന്ന ചില കൊമ്പുകൾ ഈ പകൽ പൊട്ടുകയാണ്. ചില ആഭിചാരത്തിന്റെ കൊമ്പുകൾ, ചില പകയുടെ കൊമ്പുകൾ, ചില മന്ത്രവാദത്തിന്റെ കൊമ്പുകൾ നിന്റെ ഉയർച്ചകൾക്ക് നേരെ, നിന്റെ അഭിവൃദ്ധികൾക്ക് നേരെ ഉയർന്നു വരുന്ന നിന്റെ തല ഉയർത്താതെ ഈ പകൽ നിന്റെ തല ഉയർത്താതെ നിൽക്കുന്ന ചില കൊമ്പുകളെ ദൈവത്തിന്റെ ആത്മാവ് മുറിച്ചു മാറ്റുക. ആത്മാവിൽ പിടിക്കാൻ പറ്റുന്നവർ ശക്തിയോടെ ഒന്ന് ദൂതിനെ സ്വീകരിച്ചു വരാ. നിന്റെ തലമുറകളെ ഉയർത്താതെ, നിന്റെ വാർത്തകളെ ഉയർത്താതെ, നിന്റെ തല ഉയർന്നാതെ ഉയർന്നു വരുന്ന ചില കൊമ്പുകൾ ഈ പകൽ ഒടിഞ്ഞു മാറട്ടെ ശിവന്റെ നാമത്തിൽ. എത്ര പേർക്ക് ആ വചനം അകത്ത് കയറി? നിങ്ങളൊന്ന് ശ്രദ്ധയോടൊന്ന് വായിച്ചേ. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ ആരും സ്തുതിക്കുന്നവൻ എന്ത് ചെയ്യരുത്? തല ഉയർത്തും. പക്ഷെ വചനം വന്ന് ഹന്ന ദേവാലയത്തിൽ വന്ന് വാർത്തപ്പോൾ അവളുടെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്ന് ഇതിനകത്ത് പ്രാർത്ഥിച്ചു. നിന്റെ കൊമ്പ് ഉയരുമെന്ന്, നിന്റെ തലമുറയുടെ സ്ഥിതി മാറുമെന്ന്, നീ തല കുനിക്കുമെന്നല്ല വചനം പറയുന്നത്. ആലയത്തിനകത്ത് എത്ര നീരസപ്പെട്ട്, എത്ര പ്രയാസപ്പെടുത്ത്, എത്ര വേദനിപ്പിക്കുന്ന വാക്കുകളുടെ നടുവില് നീ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഇത് കരച്ചിൽ കാണുന്ന ദൈവം നിന്നോട് പറയുന്നു, ഒരു കൊമ്പിന് നിന്റെ തലയെ താഴ്ത്താൻ കഴിയത്തില്ല. ഓ ശാഥാലാമാന താങ്ക് യു ഹോളി സ്പിരിറ്റ്. കണ്ടോ, ആരും തല ഉയർത്താതെ വണ്ണം, ആരും എന്ത് ചെയ്യരുത്? സ്തുതിക്കുന്നവൻ തല ഉയർത്തരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സ്ഥലത്ത് ദൈവമക്കൾ വന്നു കഴിഞ്ഞാൽ ഉയരാൻ തുടങ്ങുമ്പോൾ നീ ഉയരുമ്പോൾ ഒരു കണ്ണുകടി പിടികിട്ടുന്നെങ്കിൽ സ്തോത്രം. നീ ഉയരുമ്പോൾ നിനക്ക് നേരെ വരുന്ന 4 കൊമ്പുകൾ വന്ന് നിന്നെ മൂടിക്കളയുന്ന 4 ദേശത്തിന്റെ ശക്തികള് ഇന്ന് നീ അതിനെ ജയിക്കണം. ഈ 9ാം മാസത്തിൽ നിന്റെ വിശാലതകൾക്ക് നേരെ, നിന്റെ ഉയർച്ചകൾക്ക് നേരെ, നിന്റെ അഭിവൃദ്ധികൾക്ക് നേരെ, നിന്റെ വർദ്ധനവിന് നേരെ ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ നിനക്ക് വേണ്ടി ചില അഭിവൃദ്ധികൾ തന്ന് വിശാലതകളിലേക്ക് ദൈവം നിന്നെ നടത്തുകയാണ്. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അഭിവൃദ്ധി ഉണ്ടെങ്കിൽ എന്നുള്ളൂ, വിശാലതയുള്ളൂ. അഭിവൃദ്ധി ഉണ്ടെങ്കിലേ, ഞാൻ അതിലേക്ക് വരാം. ഒന്ന് താഴത്തോട്ട് വായിച്ചിട്ടോണ് പറയാം. കൊമ്പുകളാകുന്നു അവ, ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ സ്തുതിക്കുന്നവനെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ ഇവിടെ ഇല്ല. ആദ്യം കൊമ്പിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമതൊരു ദർശനം കൂടി കാണിച്ചു. എന്താ? 4 കൊല്ലന്മാര് അല്ലേ? യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അപ്പൊ ഒന്ന് പറഞ്ഞ് ഈ കൊമ്പ് ആരെ കാണിക്കുന്നു? സ്തുതിക്കുന്നവന് നേരെ, വിശാലതകൾക്ക് നേരെ ചിതറിച്ചു കളയുന്നത്. എന്നാൽ ഇവരോ യഹൂദ ദേശത്തെ
ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ടിട്ട് അവരെ പേടിപ്പിക്കാൻ വന്ന് നിന്നെ പേടിപ്പിക്കാൻ വന്ന ചിലതിനെ ഇന്ന് നിന്നെ പേടിപ്പിക്കാൻ വന്ന ചിലതിനെ ആ ശക്തികളെ പേടിപ്പിക്കാൻ നിനക്ക് വേണ്ടി ചലിക്കുന്ന ചില സ്വർഗീയ ദൂതന്മാർ ഈ പകൽ ചലിക്കുകയാണ്. പ്രാപിക്കാൻ പറ്റുന്നവർ യേശുവിന്റെ നാമത്തിൽ നിന്നെ പേടിപ്പിക്കാൻ വരുന്ന ചില ശക്തികളെ ആത്മാവിൽ ജയിക്കുന്ന ദൈവ പ്രവൃത്തി. ഈ വചനം ഞാൻ ഇവിടെ പറയുമ്പോൾ തന്നെ നിന്നെ പേടിപ്പിക്കാൻ വരുന്ന 4 കൊമ്പുകൾ അതിനെ തകർത്തു കളയുന്ന ദൈവത്തിന്റെ കരം ഈ പകൽ ഇതിനകത്ത് ചലിച്ചു തുടങ്ങുന്നു. എത്ര പേർ ആത്മാവിൽ അത് തിരിച്ചറിയുന്നു? നിന്നെ പേടിപ്പവരല്ല, അവരെ പേടിപ്പിക്കുന്ന. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാണോ? നിന്നെ പേടിപ്പിക്കാൻ, നിന്നെ ചിതറിപ്പാൻ വരുന്ന, നിന്നെ ഞെരുക്കാൻ വരുന്ന കൊമ്പുകളെ പേടിപ്പിപ്പാൻ നിന്റെ മേൽ ചലിക്കുന്ന സ്വർഗീയമായ ചില പ്രവർത്തികൾ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നീ പേടിക്കുകയല്ല, നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർ ഇന്ന് പകൽ എന്തൊക്കെ ഇതിനകത്ത് നടക്കുന്നു, ഞാൻ ആത്മാവിൽ അത് കാണുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഈ കൊമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് വരാം. അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂല് പിടിച്ചിരിക്കുന്നത് കണ്ടു. നിന്നെ 4 കൊമ്പുകൾ പറയുന്നു നിന്നെ വിശാലതപ്പെടുത്തത്തില്ലെന്ന്, അഭിവൃദ്ധിയിലേക്ക് നടത്തത്തില്ലെന്ന്, നിന്നെ ഞെരുക്കുമെന്ന്. എന്നാൽ അവരെ പേടിപ്പിപ്പാൻ കൊല്ലന്മാർ വന്നപ്പോൾ വചനം അടുത്ത അദ്ദേഹത്തെ പറഞ്ഞു, ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കാണുകയാണ്. ഈ പകൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാ, ഈ 9-ാം മാസത്തിൽ ചില വാക്തത്വത്തിന്റെ ചില അളവ് നൂൽ, ചില മനോഹര ദേശത്തിന്റെ ചില ദൈവ പ്രവൃത്തിയുടെ അളവ് നൂൽ ഇന്ന് നിന്റെ മേൽ വീഴുകയാണ്. ഇന്ന് നിന്നെ വളർത്തത്തില്ലെന്ന്, നിന്നെ വിശാലതപ്പെടുത്തത്തില്ലെന്ന്, നിന്നെ ഉയർത്തത്തില്ലെന്ന് വാദിക്കുന്നവരുടെ നടുവിൽ ഈ പകൽ സ്വർഗീയമായ ചില അളവ് നൂൽ നിന്റെ മേൽ ദൈവം പകരുകയാണ്. താങ്ക് യു ജീസസ്. നിങ്ങൾ നോക്കിക്കുക, അതിന്റെ താഴ്ത്തോടൊന്ന് വേദി വായിച്ചാടെ. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, 4-ാം വാക്യം വായിച്ചേ. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം ഈ ബഹുത്വം നിമിത്തം എന്താകും? മതിലില്ലാതെ തുറന്നു കിടക്കും. മതിലില്ലാതിരിക്കുന്ന കാരണം എന്താ? മനുഷ്യരുടെ ഒരു വലിയ ബഹുത്വം, ഒരു വലിയ വർധനവ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പൊ ഈ ഡോർ അടച്ചിരിക്കുക, പക്ഷേ ഈ ജനം തിങ്ങി നിറഞ്ഞ ഈ ഡോറ് അടഞ്ഞിരിക്കത്തില്ല. പിടികിട്ടുന്നെങ്കിൽ സ്തോത്രം. ഈ പകൽ ബഹുത്വം നിമിത്തം എന്തായിത്തീരും? മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. എന്തിനാ തീമതിലായിരിക്കുന്നത്? ഇത് അഭിവൃദ്ധി വരുമ്പോൾ, നിങ്ങൾ നോക്കിക്കുക, ശ്രദ്ധിച്ച്, അഭിവൃദ്ധി വരുമ്പോൾ, ഉയർച്ച വരുമ്പോൾ എല്ലാവർക്കും നിന്റെ വിശാലത കയറാൻ പറ്റത്തില്ല. പിടികിട്ടുന്നുണ്ടോ? കാരണം ഇതിനൊരു തീമതിലുണ്ട്. ഇത് തുറന്നു കിടക്കുമ്പോൾ തന്നെ ഇത് ആര് തുറന്നതാണ്? നിന്റെ വിശാലതപ്പെടുത്തുവാൻ ദൈവം തുറന്നതാണ്. ഈ ഡെലിവറൻസ് ചർച്ചിനകത്ത് ആർക്കും യേശുവിന്റെ നാമത്തിൽ ഇത് തുറന്നു കിടക്കുമ്പോൾ തന്നെ ഒരു ജാതീയ ശക്തിക്ക്, ഒരു കൊമ്പിന് ഇതിനകത്ത് കയറാൻ കഴിയത്തില്ല. ഈ 9-ാം മാസത്തിൽ ദൈവം ചിലത് തുറക്കുകയാണ്. ചില പരിധികളെ പൊളിക്കുന്നു, ചില ഡോറുകൾ തുറക്കുന്നു. ഈ പകൽ അടുത്ത വിശാലതകൾ യേശുവിന്റെ നാമത്തിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ കിടക്കുന്നത് ഇത് ശത്രു പൊളിച്ചതല്ല, ഇത് വിശാലതയുടെ തുറന്നു കിടക്കുന്ന ഡോറ. എത്ര പേർ അത് കാണുന്നുണ്ട്? നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്ത് മതിൽ പൊളിച്ചു കളഞ്ഞത് ശത്രുവാണ്. പക്ഷേ ഇവിടെ മതിൽ പൊളിച്ചത് ആരാണ്? മതിൽ തുറന്നു വെച്ചിരിക്കുന്ന ആരാ?
ദൈവം തുറന്നു വെച്ചിരിക്കും. കാരണം എന്താ? ഇതിന് ബഹുത്വം അവിടെ വരുന്നു. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ എന്ത് ചെയ്യും? ഈ എന്തെങ്കിലും ബൗണ്ടറികൾ ഇട്ട് വിശാലത തരുമെന്നല്ല, ബൗണ്ടറികളെ പൊളിച്ച് എന്ന് എത്ര പേർക്ക് പിടിക്കാൻ പറ്റും? ഇന്ന് പകൽ ചില ബൗണ്ടറികൾ പൊടിയുന്നു. ചില ശുശ്രൂഷയുടെ ബൗണ്ടറികൾ, ചില സാമ്പത്തിക ബൗണ്ടറികൾ, ഇന്ന് പകൽ നിന്റെ തലമുറ മേൽ വിച്ച ചില ബൗണ്ടറികൾ ഇന്ന് അവൻ നിനക്ക് തീമതിലായിരിക്കും. ഞാൻ അതിന്റെ നടുവിൽ എന്തായിരിക്കും? മഹത്വമായിരിക്കും. വചനം പറഞ്ഞു, നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. ഈ പകൽ ഞാൻ ആത്മാവ് വിളിച്ചുവിടാ, നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം ചില നന്മയുടെ വാതിൽ തുറക്കുമ്പോൾ നിന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം നിന്നെ തൊടുന്നവൻ അവന്റെ കൃഷ്ണമണിയെ തൊടുന്നു. നിങ്ങൾ നോക്കിക്കുക. അതുകൊണ്ടാണ് യോസേപ്പിന്റെ ഒരു അനുഗ്രഹമായിരുന്നു. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ എന്ത് ചെയ്യുക? പടരുന്നു. നിന്റെ ആയിരിക്കുന്ന കൊമ്പുകൾ വളരാതിരിക്കേണ്ടതിനും പടരാതിരിക്കേണ്ടതിനും കാണാതിരിക്കേണ്ടതിനും കെട്ടിവെച്ച ചില മതിലുകൾക്ക് മീതെ വാക്തത്വമുള്ള സ്വപ്നമുള്ള ചിലതിന്റെ കൊമ്പുകൾ അതിന് മീതെ, ഈ പകൽ ചില മതിലിന് മീതെ ദേശമിട്ട ചില മതിലുകൾ, ചാർച്ചക്കാരിട്ട ചില മതിലുകൾ, ആഭിചാരകന്മാരിട്ട ചില മതിലുകൾ ഈ പകൽ പൊളിയട്ടെ. അതിന് മീതെ പടരുന്ന നിന്റെ കൊമ്പുകൾ പടരും. അത് യോസേപ്പിനെ കുറിച്ച് പറയുന്നത്, യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ എന്താണ് ഫലപ്രദമായ. ഈ മതില് കെട്ടിയിട്ടും ഇത് ഈ കൊമ്പ് വളരാനുള്ളൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഇതെവിടെയാ നിൽക്കുന്നത്? ചുമ്മാതൊന്നും മതിലിന്റെ വീടി പടരത്തില്ല, കൈയടിച്ചിട്ട് പോവാന്നുള്ളു. പക്ഷെ മതിലിന്റെ മീതി പടരണമെങ്കിൽ നീ എവിടെ ആയിരിക്കണം? ആറ്റരുകത്തത് നട്ടിരിക്കുന്നതും ആറ്റരകത്ത് നട്ടെങ്കിൽ തക്ക കാലത്ത് ഫലമുണ്ട്. നീ ആത്മാവിലാണെങ്കിൽ, ആത്മാവിന്റെ നദിയുടെ അകത്താണെങ്കിൽ, ഇന്ന് നിന്റെ മതിലുകൾ കെട്ടിയാലും നിനക്ക് നേരെ എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇല്ല, നിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരും. അതുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഒരു ചെറിയ കടുകുമണി അതിന്റെ വിത്തെടുത്തിട്ടപ്പോൾ സകല വൃക്ഷങ്ങളെക്കാൾ ഇതെന്ത് ചെയ്തു? ഇത് വലുതായി തീർന്നു. ഈ കടുകുമണി വൃക്ഷം കണ്ട ആരെങ്കിലും ഉണ്ടോ? നമുക്ക് യോജിക്കാൻ പറ്റില്ല, കാരണം കടുകുമണി ചെറുതാ. പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് കടുകുമണി ഇടുമ്പോൾ എന്തായി തീർന്നു? ഈ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷത്തിൽ 13:32 വായിച്ചേ. എല്ലാ വിത്തിലും ചെറിയതെങ്കിലും, അതെല്ലാ വിത്തിലും എന്താണ്? ചെറിയതെങ്കിലും. ഈ ദൂത് ഇവിടെ പറയുമ്പോൾ ദൈവത്തിന് എല്ലാവരിലും ചെറുതായിരിക്കുന്ന ചിലരെ വളർന്ന് 9-ാം മാസത്തിൽ നിന്നെ ഉയർത്തുമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ഇന്ന് ഈ ദൂത് ഞാൻ കൈമാറിയത്, ഈ മെസ്സേജ് എനിക്ക് തന്നത്, ഇത് എന്റെ മേൽ ഞാൻ പകർന്നതല്ല, ഞാൻ ചിന്തിച്ചല്ല. പക്ഷെ എന്നോട് ഈ വചനം പറഞ്ഞപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് നീ എല്ലാത്തിനും നീ വിത്ത് നോക്കുമ്പോൾ പല വിത്തുകളും വലുതാണ്, അതിന്റെ ക്വാളിറ്റി വലുതാണ്, അതിന്റെ വലിപ്പം വലുതാണ്, അതിന്റെ ഗ്രേഡ് വലുതാണ്, അതിന്റെ വില വലുതാണ്. പക്ഷേ വചനം പറഞ്ഞു എല്ലാ വിത്തിലും ചെറിയതെങ്കിലും നീ ഇപ്പൊ ചെറുതായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനെ വളർന്ന് സസ്യങ്ങളിലെത്തി ചെയ്തു. ഈ വചനം പറയുമ്പോൾ നിന്നെ വലുതാക്കാൻ പോകുന്നു. ചെറുതായിരിക്കുന്ന ചിലരെ, പ്രാർത്ഥിക്കുന്ന ചിലരെ, വിശ്വസിക്കുന്ന ചിലരെ, അഭിഷേകം പ്രാപിക്കുന്ന ചിലരെ ഈ പകൽ ദൈവ സകല സസ്യങ്ങളിലും വലുതായി. ആകാശത്തിലെ പറവകൾ സസ്യങ്ങളിൽ എന്താ ചെയ്തു?
ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം. ഒരിക്കലും നടക്കത്തില്ല. കാരണം ഇത് ഒരു പക്ഷി വന്നിരുന്നാൽ ഈ ചെടി ഒടിഞ്ഞു പോകും. പക്ഷേ വചനം വിളിച്ചു ഇപ്പം ഒരുവനെ വളർത്താൻ തീരുമാനിച്ചാൽ നീ അനേകർക്കൊരു താങ്ങായി മാറും, നീ അനേകർക്കൊരു ആശ്വാസമായി തീരും. ഈ പകൽ പിടിക്കാൻ പറ്റുന്നവർ പിടിക്കും. ഇന്ന് എത്ര ചെറുതാണെങ്കിലും നീ ഭാരപ്പെടരുത്. ഈ 9ാം മാസത്തിൽ ഏറ്റവും വിശാലതയിലേക്ക് ദൈവം നിന്നെ നടത്തുകയാണ്. ശിവന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാണ്? ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ലാബാന്റെ വീട്ടിനകത്ത് ആമേൻ യാക്കോബ് ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്നത്, ഒരു വിശാലത പ്രാപിക്കുന്നത് എപ്പോഴാ? നമുക്കറിയാം. ആമേ അവനൊരു കാര്യം പറയുകയാണ്, ആടുകളെ വേർതിരിക്കുന്ന ഒരു സാഹചര്യം അല്ലേ? മറുകും പുള്ളിയുള്ളതെല്ലാം എനിക്ക്, അങ്ങനെ ഒരു ആമേന അവിടെ ഇല്ല. ഇത് പുതിയതായിട്ട് എന്ത് ചെയ്യുക? സൃഷ്ടിച്ചെടുക്കാൻ പോയി. ഇത് ദർശനം അവിടെ ചെയ്യുന്നൊരു കാര്യം. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും അതിൻ്റെ 30-37 കിടപ്പുണ്ട്. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെയും പച്ചക്കൊമ്പുകൾ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയായി തോലുരിച്ചു എന്ന് പറഞ്ഞാൽ ആ തോലുരിഞ്ഞപ്പോൾ ആ ഭാഗം എന്തായി തീർന്നു? എല്ലാവരും കാണുന്നത് പുറമേ ഉള്ളതാണ്. പക്ഷേ വർധനവ് പ്രാപിക്കാൻ സമയമാകുമ്പോൾ എല്ലാവരും കാണുന്നതല്ല, ചില അകക്കണ്ണുകൾ ദൈവം നിന്റെ മേൽ തുറക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ 9ാം മാസത്തിൽ ചില അകക്കണ്ണുകൾ തുറക്കുന്നു. നിന്റെ വിശാലതകൾക്ക് വേണ്ടി ഇന്ന് ചിലത് ഉരിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഒരു അത്ഭുതത്തിന് വേണ്ടി അത് പിടിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകത്തിൽ ഈ അഹരോന്റെ വടി എന്തായി തീർന്നു? തളിർത്തതായി കണ്ടു. നിങ്ങൾ നോക്കിക്കേ, എന്നോ വെട്ടിയ കൊമ്പ്. എപ്പോ വെട്ടിയതാ? എന്നോ വെട്ടിയ കൊമ്പ്. ഈ കൊമ്പ് എന്തായി തീർന്നു? ഒരു അധികാരത്തിന്റെ ആ വടിയാണ് എന്ത്? ഈ ഗോത്രത്തിന്റെ മൂപ്പന്മാർക്ക് കൊടുക്കുന്ന ഇത് അധികാരത്തെ കാണിക്കുന്നു, അവരെ പൊസിഷനെ കാണിക്കുന്നു, അവരെ ആയിരിക്കുന്ന ഓരോ മേഖല. ഈ വടിക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. പക്ഷെ ഈ വടി വെട്ടി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ആലയത്തിനകത്ത് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് ഈ വടി കൊണ്ട് എന്ത് ചെയ്യണം? വെക്കുകയാണ്. കാരണം ഈ വടിയുടെ പ്രത്യേകത, ഇതിനൊരു തെരഞ്ഞെടുപ്പുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ തെരഞ്ഞെടുത്തിട്ടുണ്ടോ നീ തളിർക്കും. ഒന്ന് ആത്മാവിൽ പറഞ്ഞേ, 9ാം മാസത്തിൽ നിന്റെ കൊമ്പുകൾ എന്ത് ചെയ്യാൻ പോകുന്നു? തളിർക്കാൻ പോകുന്നു. എങ്ങനെയാ തളിർക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ. ഇതുകൊണ്ട് വെച്ച് പിറ്റേനാൾ മോശ അവിടെ വചനം പറഞ്ഞ സംഖ്യാപുസ്തകം 17-ന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വേഗത്തിൽ വായിച്ചാണ്. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് ചെന്ന് നോക്കിയപ്പോൾ ഇന്നലെ കൊണ്ട് വെച്ചതുപോലെയല്ല ഇപ്പോൾ ഇരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ 9ാം മാസത്തിൽ 8 മാസം ഇരുന്നത് പോലെയല്ല നീയും നിന്റെ കുടുംബം ഇരിക്കാൻ പോകുന്നത്. എന്തൊക്കെയോ വിശിഷ്ടമായ, എന്തൊക്കെയോ നിന്റെ അകത്തുനിന്ന് ചില കൊമ്പുകൾ, ഫലം കായ്ക്കുന്ന ചില കൊമ്പുകൾ. ഈ കൊമ്പിന്റെ ഒരു പ്രത്യേകത, യോബിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ ഒരു പുതിയ തളിര് വരും. പക്ഷേ ഈ തളിരിനകത്ത് ഫലമുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഈ തളിര് വന്ന ഉടനെ പിറ്റേ ദിവസം ഫലം വരുമോ? പക്ഷെ ഈ ദൈവസാന്നിധ്യത്തിനകത്ത് ഈ പിറുപിറുപ്പ് നിർത്തലാക്കണമെങ്കിൽ ഒരു അടയാളം വെളിപ്പെടണം. ഇത് നാളുകൾ കൊണ്ട് കായ്ക്കാനല്ല, പിറ്റേ ദിവസം തന്നെ ഇതൊരു അടയാളമായി അത് പൂക്കണം, കായ്ക്കണം, അത് ഫലം കായ്ക്കണം, അത് തളിർക്കണം, പൂക്കണം, ബദാഫലം കായ്ക്കണം. ഈ പകൽ ആത്മാ വിളിച്ചു വരുന്നു, നിന്റെ കൊമ്പുകൾ തളിർക്കാൻ പോകുകയാണ്, നിന്റെ കൊമ്പുകൾ പൂക്കാൻ പോകുകയാണ്, നിന്റെ കൊമ്പുകൾ ഫലം കായ്ക്കാൻ പോകുകയാണ്. ആ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാണ്? അതുകൊണ്ടാണ് ഒരു വാക്യോട് നമ്മളൊന്ന് വായിച്ചെടുത്ത ആമേൻ. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24
സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. എത്ര അധികമായി എന്ത് ചെയ്യും? ഒട്ടിക്കും. ഈ വചനം വായിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സമയത്ത് ഒട്ടിച്ചു തരുന്ന, ഒരു സമയത്ത് എന്ത് ചെയ്താ ഒട്ടിച്ചിരുന്നതാ. പക്ഷെ ഈ ഒട്ടിച്ചിരുന്ന അനുഭവത്തെ മാറ്റി പിന്മാറ്റം, അങ്ങനെ തന്നെ ഞാൻ ഇപ്പോൾ പറയാം, പിന്മാറ്റമായി എന്ത് ചെയ്യുക, ഒരുപക്ഷെ തലമുറകളാകാം, ഭർത്താവാകാം, ഭാര്യ, നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആകാം. ഈ കൊമ്പുകൾ ഒരു സമയത്ത് ഒട്ടിച്ചു. പക്ഷേ ഈ ഒട്ടിച്ച് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നെങ്കിലും ഒട്ടിച്ചത് എന്ത് ചെയ്തു? ഇപ്പോൾ ആ ഒട്ടിച്ചു വെച്ച സ്ഥാനത്തിനകത്തുനിന്ന് സ്ഥാനം വിട്ടുപോയി, അല്ലെങ്കിൽ മാറിപ്പോയി. എന്നാൽ വചനം വിടുന്നു, ആ സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് മുറിച്ചെടുത്ത് സ്വഭാവത്തിന് ജാതി നമ്മളെ കുറിച്ച് പറയുന്നു, വിരോധമായി നല്ല ഒലിവിനോട് ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായ സ്വന്തമായ ഒലിമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ ഒട്ടിക്കേണ്ട ചിലതിനെ ദൈവം ഒട്ടിക്കാൻ പോകുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇന്ന് ഈ വചനം ഞാൻ 9-ാം മാസത്തിൽ പറയുമ്പോൾ പിന്മാറിയ ചിലരെ സഭയോട് ഒട്ടിക്കാൻ പോകുന്നു, അഭിഷേകത്തോട് ഒട്ടിക്കാൻ പോകുന്നു, കൃപാവരങ്ങൾ ഒട്ടിക്കാൻ പോകുന്നു. ഈ പകൽ സ്വഭാവങ്ങൾക്കകത്ത് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. കല്ലായ ചില ഹൃദയങ്ങളെ